കേന്ദ്ര സഹമന്ത്രിയായ ശേഷം കേരളത്തിൽ തിരിച്ചെത്തിയ സുരേഷ് ഗോപി ഇന്ന് കോഴിക്കോട് തളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി. രാവിലെ BJP നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അദ്ദേഹം മാരാർ ഭവനിലെത്തും. അത് കഴിഞ്ഞത് കണ്ണൂരിലേക്ക് പോകും. കൊട്ടിയൂർ ഉൾപ്പെടെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തും. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി EK നായനാരുടെ കല്യാശ്ശേരിയിലെ വസതിയിൽ അദ്ദേഹം പോകും. ശാരദ ടീച്ചറെ സന്ദർശിക്കുകയും ചെയ്യും. ദീപക് തർമ്മടം കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് ദീപക് തർമ്മടം, പറയും. ഇപ്പോൾ സുരേഷ് ഗോപി സംസാരിക്കുകയാണ് മാധ്യമങ്ങളോട്. ഞാൻ ഇങ്ങനെയുള്ള ചാനൽ ചർച്ചയ്ക്ക് വിധേയനുമല്ല, ഞാൻ അതിന്റെ മെറ്റീരിയലും അല്ല. സാറ് തന്നെ ആദ്യം പറഞ്ഞത് എയിംസ് കേരളത്തിലേക്ക് കൊണ്ടുവരികയാണ് താങ്കളുടെ. അല്ല, അതൊക്കെ പിന്നെ അതിനുള്ള വേദിയല്ല. ഞാൻ എന്റെ വഴിക്ക് സഞ്ചരിച്ചോട്ടെ. ഞാനൊരു വ്യക്തിയാണ്. ആദ്യം എനിക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട്. ക്ഷേത്രങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളുണ്ട്, വ്യക്തികളുമായിട്ടുള്ള ബന്ധമുണ്ട്. എല്ലാം ഞാൻ കണക്കിലെടുത്താണ് പോകുന്നത്. എല്ലാ വിഭാഗം ആൾക്കാരുമാണ് എന്നെ പിന്തുണച്ചത്. എനിക്കതൊന്നും മുറിച്ചു കളയാനൊക്കത്തില്ല. ഞാൻ പണ്ടേ അങ്ങനല്ല, ഇലക്ഷൻ വേദികളിലും അങ്ങനല്ലായിരുന്നു. അതങ്ങനെ തന്നെയായിരിക്കും. എന്ത് മോശപ്പെട്ട ചോദ്യമാണത്. നിങ്ങൾക്ക് വല്ല ഉദ്ദേശമുണ്ടോ? നിങ്ങള് എക്സിറ്റ് പോൾ മുതലേ എനിക്കിട്ട് ഒരുപാട് താങ്ങുന്നുണ്ട് കേട്ടാ. നിങ്ങളുടെ ഞാൻ ഒന്നും പറയുന്നില്ല. കാരണം ഇനി അതിനൊന്നുമുള്ള സമയമല്ല. ഇനി ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ പിന്തുണയോടെ തന്നെയാണ് അതൊക്കെ സത്യസന്ധമായി അതിന്റെ വാർത്തകൾ പുറത്തു വരേണ്ടതും ജനങ്ങളിലേക്ക് അത് ഗുണകരമായി വന്ന് ഭവിക്കേണ്ടതും. കേരളത്തിൽ നിന്നുള്ള ആദ്യ BJPയുടെ പ്രതിനിധിയായി കേന്ദ്രമന്ത്രിയായി. അല്ല, അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. അതൊന്നും ഒരു ആടയാഭരണമല്ല. ഒരു ഉത്തരവാദിത്വം മറ്റേതൊരു തെരഞ്ഞെടുക്കപ്പെടുന്ന ദേശീയ ഭരണത്തിന്റെ ഭാഗമാവുന്ന ഒരു പ്രതിനിധിയുടെയും ഒരു അലങ്കാരം മാത്രമേ എനിക്കുള്ളൂ. ഇനി അത്രയുള്ളൂ. എല്ലാം പറഞ്ഞു കഴിഞ്ഞു. തൃശ്ശൂരിലെ ജനങ്ങളെ, മലയാളികളെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഭാരതത്തിലെ ജനങ്ങളെ എല്ലാവരെയും വാരിപ്പുണർന്നുകൊണ്ട് തന്നെയാണ് ഞാൻ തുടങ്ങിയിരിക്കുന്നത്. കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാധ്യത ടൂറിസമാണല്ലോ. അങ്ങനെ ഒരു വകുപ്പാണ് കിട്ടിയിരിക്കുന്നത്. അല്ല, ഞാൻ പറയുന്നത് ഇത് അതിനുള്ള വേദിയല്ലെന്ന്. അതെ, അതിനുള്ള വേദിയല്ലത്. അതൊക്കെ ഞാൻ എന്റെ ഒരു ചെയറിലിരുന്നു കൊണ്ട് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഒരു കാര്യമുള്ളൂ, താങ്കളെ പിന്തുണച്ചതിന്റെ പേരിൽ അല്ലെങ്കിൽ താങ്കളെ വല്ലാതെ സപ്പോർട്ട് ചെയ്തവരിൽ തൃശ്ശൂർ മേഖലയിൽ CPM വിശദീകരണം തേടി. അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഈ വക ഉപരിതല പ്രയോജനപ്പെടുത്താൻ വേണ്ടിയുള്ള ചർച്ചകളുടെ ഒന്നും മെറ്റീരിയലല്ല ഞാൻ. അവരൊക്കെ ചർച്ചിച്ചോട്ടെ, ഞാൻ അതിന്റെ ഭാഗമല്ല. എന്നെ ദൈവമായിട്ട് ജനങ്ങൾക്ക് മനസ്സിൽ തോന്നിപ്പിച്ച് ജനങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു. ആ ജനങ്ങളെ എന്നിലേക്ക് കൊണ്ടുവരുന്നതിന്, എന്റെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് വേണ്ടി, എന്റെ ഭരണപരമായ ഒരു എന്നെ ഒന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി ആ ജനങ്ങളെ എന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി, ക്രോഡീകരിക്കാൻ വേണ്ടി ശ്രമിച്ചു. ജനസ്നേഹം ക്രോഡീകരിക്കാൻ വേണ്ടി, അത് വോട്ടിന്റെ രൂപത്തിലാണെങ്കിൽ അങ്ങനെ, അതിനുവേണ്ടി 1.5 വർഷം പണിയെടുത്ത തൃശ്ശൂരിലെ കാര്യകർത്താക്കളുണ്ട്. അവരൊക്കെ മാത്രമാണ് എന്റെ ജനങ്ങളും അവരും ആണ് ഇനി എന്റെ ഉത്തരവാദിത്വം. എന്നെ അവർ ചേർത്ത് നിർത്തും എന്നാണ്. ഞാൻ ആരാണ് അവരെ ചേർത്ത് നിർത്താൻ? അവരെന്നെയാണ് ചേർത്ത് നിർത്തുന്നത്. കേരളത്തിന്റെ ടൂറിസം മന്ത്രി നാട്ടുകാരനാണ്. ഞാൻ ഭാരതത്തിന്റെ ടൂറിസം സഹമന്ത്രിയാണ്. അപ്പോൾ ഉത്തരവാദിത്വം എത്ര വലുതാണെന്ന് അറിയണം. പിന്നെ എന്താണ് ഒരു നീതി നിർവഹണം ഭരണത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്നത്? ഇപ്പൊ ടൂറിസത്തിന്റെ പേരിലായാൽ ഇന്ത്യയിൽ തന്നെ ഏതൊക്കെയാണ് പ്രൈം സ്പോട്ട്സ്, അത് തന്നെയാണ് എന്റെ ഉന്നം. അവിടെ കേരളത്തിന്റെ സ്ഥാനം എന്താണെന്ന് എന്റെ പ്രധാനമന്ത്രി കേരളത്തെക്കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ, അല്ലേ? കോഴിക്കോട് വേണമെന്ന് അവർക്കെല്ലാം അവകാശമുണ്ട് അങ്ങനെ പറയാൻ. എനിക്കും അതുപോലെ ഒരു ചെറിയ അവകാശമുണ്ട്. അല്ല, അതാ പറഞ്ഞത്, എനിക്കും എന്റേതായ അവകാശമുണ്ട്. എന്റെ അവകാശം ഞാൻ എന്റെ അഭിപ്രായമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് 2016 പറഞ്ഞതാണ്. അതിപ്പോഴും നിലവിലുണ്ട്. കോഴിക്കോടല്ല മറ്റൊരു സ്ഥലമാണെങ്കിൽ അദ്ദേഹം പറഞ്ഞതിലല്ലേ വലിയ ഒരു
ഒരു ഒരു ദുരുദ്ദേശപരമായ രാഷ്ട്രീയമുള്ളത്. അദ്ദേഹം പറഞ്ഞതില്ല. പ്രതീക്ഷിക്കാം. ഒരു വൈദികനെ വിവരദോഷി മുഖ്യമന്ത്രി അതൊക്കെ മുഖ്യമന്ത്രിയുടെ നാവാണ്, മുഖ്യമന്ത്രിയുടെ ചിന്തയാണ്. അതൊന്നും ചോദ്യം ചെയ്യാനോ അതിനെ ഒന്നും ഖണ്ഡിക്കാനോ ഒന്നും, അത് അവരുടെ പാർട്ടിക്കാരൻ തന്നെയാണ്. അത് അവർ തീർത്തോളും. അത് തീർത്തോളും. നമുക്കൊപ്പം ചേരുന്നു ദീപക്. യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി ഉരുളക്കുപ്പേരി പോലെ മറുപടി പറയുന്നതാണ് നമ്മൾ കണ്ടത്. വളരെ ലോജിക്കലായിട്ടുള്ള മറുപടികളുമാണ് അദ്ദേഹത്തിൽ നിന്ന് വരുന്നത്. മാത്രമല്ല വൈദികൻ ആ പാർട്ടിക്കാരനാണ്, അവർ തന്നെ തീരുമാനിച്ചോടെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെച്ചു. പറയൂ ദീപക്. ഗുഡ് മോർണിംഗ്. എസ് കെ ഒരു കേന്ദ്രമന്ത്രി ആയതിനു ശേഷമുള്ള ആദ്യത്തെ കേരള സന്ദർശനമാണ് നമ്മൾ സുരേഷ് ഗോപിയുടെ കണ്ടത്. ആദ്യം തന്നെ അദ്ദേഹം ഇന്നലെ രാത്രിയാണ് എത്തിയത്. വിമാനത്താവളത്തിൽ നിന്ന് നേരെ അദ്ദേഹം കോഴിക്കോട് ഹോട്ടലിലെത്തുന്നു. അത് കഴിഞ്ഞ് രാവിലെ ഈ തളി ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തിയതിന് ശേഷമാണ് നേരെ തൊട്ടുപുറകിലെ മാരാർജി ഭവനിൽ ഈ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച. അതിനുശേഷമാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത്. എസ് കെ പറഞ്ഞതുപോലെ ഉരുളക്കുപ്പേരി മറുപടിയാണ്. പക്ഷേ പതിവ് മറുപടികളിൽ നിന്നും അദ്ദേഹം മാറ്റമുണ്ട് എന്നുള്ളതും കൂടി വസ്തുതയാണ്. സാധാരണഗതിയിലാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ചുള്ള ഒരു ചോദ്യത്തിന് അദ്ദേഹം ഇതിനേക്കാൾ അപ്പുറത്തേക്ക് മറുപടി പറഞ്ഞേനെ. പക്ഷേ അദ്ദേഹം പറഞ്ഞത് അത് മുഖ്യമന്ത്രിയുടെ ചിന്തയാണ്, മുഖ്യമന്ത്രിയുടെ വാക്കാണ്, അത് അവർ തീരുമാനിക്കട്ടെ, അവരുടെ പാർട്ടിക്കാരനാണ് എന്നുള്ളതാണ് വൈദികനെ എതിരായ അധിക്ഷേപത്തിൽ അദ്ദേഹം പറയുന്നത്. മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത് വിവാദങ്ങൾക്കും അനാവശ്യ ചർച്ചകൾക്കും താനില്ല എന്നുള്ളതാണ്. എയിംസിന്റെ കാര്യത്തിലൊക്കെ സ്ഥലമെടുക്കൽ മറ്റു കാര്യങ്ങളിലേക്ക് പോകട്ടെ എന്ന് പറയുന്നു. ടൂറിസം സഹമന്ത്രി എന്നുള്ള നിലയിൽ ഇന്ത്യയിലെ തന്നെ ഭാരതത്തിലെ പ്രധാന സ്പോട്ടുകൾ കണ്ടെത്തുക, അതിൽ കേരളത്തിന്റെ സ്ഥാനം പ്രധാനമന്ത്രി തന്നെ പറഞ്ഞതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ കൃത്യമായ ഒരു രാഷ്ട്രീയം, അതായത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയമായിരിക്കും BJP ഇനി പയറ്റാൻ പോകുന്നത് എന്നുള്ളത് കെ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുള്ള ആദ്യ അഭിമുഖത്തിൽ തന്നെ വ്യക്തമാക്കിയതാണ് BJP അധ്യക്ഷൻ. അതുതന്നെയാണ് യഥാർത്ഥത്തിൽ സുരേഷ് ഗോപിയുടെ ഈ മാധ്യമ ചർച്ചയിലും അദ്ദേഹത്തിന്റെ മാധ്യമ സംവാദത്തിലും കണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം തൃശ്ശൂരിലേക്കോ തിരുവനന്തപുരത്തേക്കല്ല ആദ്യം പോയത്. അദ്ദേഹം എത്തിയത് കോഴിക്കോടാണ്. കോഴിക്കോട് എത്തുന്നതിന് പുറകിൽ അദ്ദേഹത്തിന് വ്യക്തിപരമായി കൃത്യമായ രാഷ്ട്രീയമുണ്ട്. മറ്റൊന്ന്, അദ്ദേഹം ഇനി പോകുന്നത് കണ്ണൂരിലേക്കാണ്. കണ്ണൂരിനെ കുറിച്ച് അദ്ദേഹം നേരത്തെ തൃശ്ശൂർ എടുത്ത് ഇതിനൊപ്പം കണ്ണൂർ എടുക്കാമെന്ന് പറഞ്ഞത് എസ് കെ ഓർക്കുന്നുണ്ടാവും. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, EK നായനാരുടെ വസതിയിൽ കല്യാശ്ശേരിയിലേക്ക് അദ്ദേഹം പോകുന്നതിന് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. മറ്റൊന്ന്, അദ്ദേഹത്തിൻ്റെ സ്വകാര്യ സന്ദർശനങ്ങളാണ്. കൊട്ടിയൂർ അമ്പലത്തിൽ പോകുന്നു, മാടായിക്കാവിൽ പോകുന്നു, അതുപോലെ തന്നെ ഇന്ന് PV ഗംഗാധരൻ്റെ വസതിയിൽ അദ്ദേഹം ഇന്ന് പോകുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൂട്ടി വായിക്കുമ്പോൾ വളരെ ആസൂത്രിതമായ, വളരെ കാൽക്കുലേറ്റഡ് ആയ ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് തന്നെയാണ് ആദ്യ യാത്രയിൽ തന്നെ സുരേഷ് ഗോപി ലക്ഷ്യമിടുന്നത് എന്നുള്ളത് വ്യക്തമാണ്. എസ് കെ, താങ്ക് യു ദീപക് തർമ്മണം. ഇനി ഡൽഹിയിലേക്ക്. എന്തായാലും സുരേഷ് ഗോപി അദ്ദേഹം VB ഗംഗാധരനുമായിട്ടും അതുപോലെ EK നായനാരുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധം സൂക്ഷിച്ച ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ അവരുടെ മരണാനന്തരം ആ വീടുകൾ സന്ദർശിക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലാകും. അതിലൊന്നും അദ്ദേഹത്തിന് സുരേഷ് ഗോപിയിൽ ഒരു ഹ്യൂമനിസ്റ്റ് ഉണ്ട്, തീർച്ചയായിട്ടും ഒരു മനുഷ്യ കഥാനുകായിയാണ് അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് വ്യക്തിപരമായ ബന്ധവും അടുപ്പവും ആ അടുപ്പം കൊണ്ട് തന്നെയാകും അദ്ദേഹം ഈ വീടുകളൊക്കെ സന്ദർശിക്കുക. ഒരുപക്ഷെ ടൂറിസം പോലെ കേരളത്തിന് വലിയ സാധ്യതയുള്ള ഒരു സ്ഥലത്താണ് അദ്ദേഹം എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്ത്യയുടെ ടൂറിസ്റ്റ് ഹബ്ബായിട്ട് കേരളത്തിലെ മാറ്റണമെന്ന സ്വപ്നം അദ്ദേഹം ഇന്നലെ പങ്കുവച്ചിരുന്നു. അത് നടപ്പാക്കാൻ കഴിയുമെങ്കിൽ ഒരുപക്ഷെ കേരളത്തിൻ്റെ ഭാവി സാധ്യത കൂടുതലും ടൂറിസത്തിലാണ്. അപ്പോൾ അത് നടക്കട്ടെ എന്നാണ് നമുക്ക് ആശംസിക്കാൻ കഴിയുന്നത്. എല്ലാ രാഷ്ട്രീയ കക്ഷി താല്പര്യങ്ങൾക്കും അപ്പുറം കേരളത്തിൽ നിന്ന് പോയ ഒരാൾക്ക് കേരളത്തിൻ്റെ ജാതകത്തെ മാറ്റിമറിക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നമ്മൾ കൂടെ നിന്ന് പിന്തുണ കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അതേസമയം രാഷ്ട്രീയം പറയുമ്പോൾ കൃത്യമായ രാഷ്ട്രീയവും പറയണം.